നമ്മെ പാപത്തിന്റെ ചേറ്റുകുഴിയിൽ നിന്ന് കരുണയുടെ കരങ്ങളാൽ വലിച്ചു കയറ്റിയ രക്ഷയുടെ പാറയായ ക്രിസ്തുവിൽ നമ്മുടെ പാദങ്ങളെ ഉറപ്പിച്ച പിതാവായ ദൈവത്തിന് ഞാൻ സ്തോത്രവും സ്തുതിയും അർപ്പിക്കുന്നു. ബഹുമാന്യരായ കർത്താവിന്റെ ദാസന്മാർക്കും വാത്സല്യ സഹോദരി സഹോദരന്മാർക്കും കുഞ്ഞുങ്ങൾക്കും വേഗം വരുന്ന നസ്രായനായ യേശുവിന്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. നമുക്കൊരുമിച്ച് ശനി ഞായർ ഇടവേളകൾക്ക് ശേഷം പിന്നെയും ഈ തിങ്കളാഴ്ച 2025 മാർച്ച് മാസം അവസാന ദിവസം 31-ാം തീയതി വൈകുന്നേരം വിവിധ ടൈം സോണുകളിൽ നിന്ന് സമയമേഖലകളിൽ നിന്ന് ഇങ്ങനെ ഒരുമിച്ച് കൂടുവാൻ ദൈവം അവസരം നൽകിയതോർത്ത് സ്തോത്രം ചെയ്യുകയാണ്. പരസ്പരം നമുക്ക് ദൈവസ്നേഹത്തിൽ ബന്ധിക്കപ്പെട്ടിരിപ്പാൻ അവസരങ്ങളെ നൽകുന്നല്ലോ. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാനും ദൈവവചനം പഠിക്കുവാനും പരസ്പരം കൂട്ടായ്മ ആചരിക്കുവാനും ഒക്കെ നിങ്ങൾ കാണിക്കുന്ന ഉത്സാഹത്തിനും തീക്ഷ്ണതയ്ക്കും താല്പര്യത്തിനും ഒക്കെയായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഏറിയ പ്രതിഫലം ഏവർക്കും ദൈവം നൽകുമാറാകട്ടെ. 2 ദിവസമായി എന്നതുകൊണ്ട് നമ്മുടെ വിഷയം മറന്നുപോയിട്ടില്ല എന്ന് ഞാൻ കരുതുന്നു. വെളിപ്പാട് പുസ്തകം 19-ാമത്തെ അധ്യായം 11 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ കുറെ ആഴ്ചകളായിട്ട് ചിന്തിച്ചു വരുന്നത്. ആ ഭാഗങ്ങൾ 19-ാം അധ്യായമാണ് കുറെ ആഴ്ചകളായി നാം ചിന്തിക്കുന്നത്. അതിൽ 11-ാം വാക്യം മുതൽ കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് നമ്മൾ കണ്ടു. ആദ്യം ആ ഭാഗങ്ങളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയത് യേശുക്രിസ്തുവിന്റെ 2 പ്രത്യക്ഷതകളെ കുറിച്ചാണ്. ഒന്നാമത്തെ പ്രത്യക്ഷത നമ്മുടെ എല്ലാവരുടെയും പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ഉള്ള പ്രത്യക്ഷതയായിരുന്നു. അത് രണ്ടും നാം കാണുന്നത് എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൽ നിന്നാണ്. മറ്റ് ഭാഗങ്ങളിലൊക്കെ ഉണ്ട്, എന്നാൽ നമ്മൾ കണ്ട എളുപ്പത്തിന് വേണ്ടിയിട്ട് നോക്കിയത് ആദ്യം എബ്രായർ 9:24 ഹീബ്രൂസ് 9:24. അവിടെയാണ് നമ്മൾ കണ്ടത് ഫസ്റ്റ് മാനിഫെസ്റ്റേഷൻ ഓഫ് ജീസസ് ടു ദിസ് വേൾഡ്, ടു ദിസ് എർത്ത്, വിസിറ്റഡ് പ്ലാനറ്റ്, സന്ദർശിക്കപ്പെട്ട പ്ലാനറ്റ് എന്നാണ് ഭൂമിയെ വിളിക്കുന്നത്. അതായത് ക്രിസ്തു വന്ന് താമസിച്ച പ്ലാനറ്റ്. ഒരുപക്ഷെ ഈ സൗരയൂഥത്തിൽ വേറെ ഒരു പ്ലാനറ്റും കാണില്ല കർത്താവ് പാദമൂന്നിയത്. സ്തോത്രം. അങ്ങനെ വല്ലതും ജീവന്റെ തുടിപ്പ് എവിടെയെങ്കിലും ഉണ്ടോ എന്നറിയാൻ നാസ ഉൾപ്പെടെ എല്ലാവരും കിണഞ്ഞു പരിശ്രമിക്കുകയാണ്. എണ്ണിത്തീർക്കാൻ കഴിയാത്ത കണക്കില്ലാത്ത തരം ഡോളർ ചിലവഴിച്ച് അതിനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കൊക്കെ അറിയാം. എന്നാൽ ദൈവത്തിന്റെ വചനത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഭൂമിയിൽ മാത്രമാണ് ദൈവം മനുഷ്യനെ അല്ലെങ്കിൽ ജീവന്റെ നിലനിൽപ്പിന് ഉതകുന്ന അളവിൽ പ്രകൃതിയെ സൃഷ്ടിച്ച് ആക്കിയിരിക്കുന്നത്. അവിടേക്ക് നമ്മൾ പോകുന്നില്ല. ഈ ഭൂമിയിൽ ദൈവപുത്രൻ പാദം ചവിട്ടി. സ്തോത്രം. ആ പ്രത്യക്ഷത ഒരിക്കലായി നമ്മുടെ പാപങ്ങളെ ചുമക്കുന്നതിന് വേണ്ടിയായിരുന്നു. സ്തോത്രം. രണ്ടാമത്തെ പ്രത്യക്ഷതയെക്കുറിച്ച് നാം കാണുന്നുണ്ട് 28-ാമത്തെ വാക്യത്തിൽ. 9:26 ഒന്നാമത്തെ പ്രത്യക്ഷത, 9:26. 28 രണ്ടാമത്തെ പ്രത്യക്ഷത. ആ പ്രത്യക്ഷതയെക്കുറിച്ച്, അതിന്റെ 2 വശങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്തോത്രം. അതിൽ ആദ്യത്തെ ഭാഗം ദൈവസഭയെ തന്റെ അടുക്കലേക്ക് ചേർക്കുന്നതിന് വേണ്ടി,
അത് കഴിഞ്ഞ് 7 വർഷം നമ്മൾ ക്രിസ്തുവിനോടുകൂടെ സ്വർഗത്തിൽ പിതൃഭവനത്തിൽ ആയിരിക്കും. എന്നാൽ അതേസമയം ഭൂമിയിൽ 7 വർഷം മഹാപീഡനകാലം നടക്കും. എതിർക്രിസ്തുവിന്റെ ഭരണം നടക്കും. ആ 7 വർഷത്തിന് ശേഷം യേശുക്രിസ്തു തന്റെ സകല വിശുദ്ധന്മാരുമായി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ഭൂമിയിലേക്കുള്ള യേശുവിന്റെ രണ്ടാമത്തെ പ്രത്യക്ഷതയാണ് ഈ 19-ാമത്തെ അധ്യായം 11 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്. അതിൽ ഈ രണ്ട് പ്രത്യക്ഷതകൾ തമ്മിലുള്ള ഒരു താരതമ്യ പഠനം നമ്മൾ ആദ്യ ദിവസങ്ങളിൽ നടത്തി. എന്നിട്ട് കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ടാണെന്ന് തോന്നുന്നു നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഭൂമിയിലേക്കുള്ള രണ്ടാമത്തെ പ്രത്യക്ഷതയെ പറ്റി വിവരിച്ചിരിക്കുന്ന ഈ 11 മുതൽക്കുള്ള വേദഭാഗങ്ങളിൽ നമ്മൾ അതിനെ ഒന്ന് വ്യാഖ്യാനിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടിയുള്ള ശ്രമമാണ്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ 11-ാമത്തെ വാക്യം കഴിഞ്ഞ ദിവസങ്ങളിൽ വായിച്ച് പഠിച്ചു. 12-ാമത്തേതിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നാം നിന്നിരുന്നത്. പ്രത്യേകിച്ച് 12-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നു, എഴുതിയിട്ടുള്ള ഒരു നാമവും അവനുണ്ട്, അത് അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ. അപ്പോൾ യേശുക്രിസ്തുവിന്റെ എഴുതിയിട്ടുള്ളതും എന്നാൽ മറ്റാർക്കും അറിഞ്ഞുകൂടാത്തതുമായ അജ്ഞാതമായ മാർമികമായ നാമം, അതേപ്പറ്റി ഏറ്റവും ഒടുവിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് പ്രധാനമായും 2 ആശയങ്ങളായിരുന്നു. ഒന്ന്, 4 കാര്യങ്ങൾ ചിന്തിച്ചു. അതിൽ ആദ്യത്തേത് 2 അഭിപ്രായങ്ങളായി പഠനാർത്ഥം പറഞ്ഞു എന്നേ ഉള്ളൂ. അത് പ്രാധാന്യം അർഹിക്കുന്നതല്ല. എന്നാൽ ഒടുവിൽ പറഞ്ഞ 2 കാര്യങ്ങളാണ് അതിന്റെ അർത്ഥമായി അല്ലെങ്കിൽ ആ ഒരു സമസ്യയ്ക്ക് ഉത്തരമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുക. ഒന്നാമത്തേത്, because of his authority, his name is kept a secret. Yeah, 4 things we have discussed, and the first 2 were just opinions, and they are unlikely true. Okay, but last 2 things, they are more important for us as the meaning or as the interpretation of this particular issue or thing. നമ്മൾ 4 കാര്യങ്ങൾ ആദ്യം ചിന്തിച്ചിരുന്നു. അതിൽ ആദ്യത്തെ 2 വിദഗ്ധാഭിപ്രായം എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെ ഒന്നേ ഉള്ളൂ. അത് നമുക്ക് അതിന്റെ അർത്ഥമായിട്ടെടുക്കാൻ അത്ര പോരാത്തതാണ്. പറഞ്ഞത് പഠിക്കുന്ന ഒരു ഭാഗം എന്നതുപോലെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ, അഭിപ്രായങ്ങൾ. എന്നാൽ ഒടുവിൽ പറഞ്ഞ 2 കാര്യങ്ങളാണ് നമുക്ക് ഇതിന്റെ അർത്ഥ വ്യാഖ്യാനത്തിന് ഉതകുന്നതായിട്ടുള്ളത്. അത് ഓർമ്മ കാണുമായിരിക്കുമല്ലോ. അതായത് 3ഉം 4ഉം. മൂന്നാമത്തേതാണ് നമ്മൾ കണ്ടത്, പഴയ നിയമത്തിൽ യാക്കോബ് ദൂതനോട് പേര് ചോദിക്കുന്നു. യാക്കോബിനോട് പേര് ചോദിച്ചു, നിന്റെ പേരെന്തുവാ, നിന്നെ അനുഗ്രഹിക്കാനായിട്ട്. യാക്കോബ് പേര് പറയുന്നു. അവൻ തിരിച്ച് ദൂതനോട് ചോദിക്കുന്നു പേര്, പക്ഷെ ദൂതൻ പേര് പറയുന്നില്ല. അതുപോലെ ശിംശോന്റെ മാതാപിതാക്കൾക്ക് ദൈവദൂതൻ പ്രത്യക്ഷനാകുന്നു. ശിംശോന്റെ ജനനത്തെക്കുറിച്ച് മുൻകൂട്ടി പറയുന്നു. അവിടെയും ശിംശോന്റെ മാതാപിതാക്കൾ ആ ദൂതനോട് പേര് ചോദിക്കുന്നു, പക്ഷേ അത് അതിശയമുള്ളത് എന്ന് പറഞ്ഞ് ദൂതൻ പേര് പറയാതെ അവിടെ നിന്ന് പോകും. അവിടെയെല്ലാം നാം കാണുന്നത് പേര് പറയുന്നത് പേര് ആരോട് പറയുന്നു അവരുടെ മുമ്പിൽ ചെറുതാകുന്ന, കീഴ്പ്പെടുന്ന വിധേയത്വത്തിന്റെ ഒരു ഭാഗമാണ്.
ഇവിടെ യേശുക്രിസ്തുവിന്റെ പേര് തനിക്കല്ലാതെ മറ്റാർക്കും അറിയില്ല എന്ന് രഹസ്യമാക്കി വെച്ചിരിക്കുന്നതിന്റെ അർത്ഥം നമ്മൾ കണ്ടത് ടു ഷോ ടു എക്സ്പ്രസ് supremacy. the supremacy of Jesus Christ. യേശുക്രിസ്തുവിന്റെ ശ്രേഷ്ഠതയെ, മറ്റുള്ളവരുടെ മേൽ തനിക്കുള്ള ആധിപത്യത്തെ. യേശുക്രിസ്തു ആർക്കും അധീനനല്ല എന്ന് കാണിക്കുന്നതിന് വേണ്ടി ആണ്. രണ്ടാമതൊരർത്ഥം നമ്മൾ കണ്ടത് ഏറ്റവും ഒടുവിൽ എബ്രഹാം ജോസഫ് പാസ്റ്ററെങ്കിലും ഒന്ന് രണ്ട് വാക്യങ്ങൾ അതിനോട് ചേർത്ത് നമുക്ക് തരികയുണ്ടായല്ലോ. അത് നാം കണ്ടത് ഓർക്കുന്നുണ്ടായിരിക്കും. മത്തായി Stood in all in his fullness in all of eternity. Even in all of eternity. Yes. നമ്മുടെ ദൈവത്തിന്റെ he is not that searchable even in eternity. നമ്മൾ നിത്യതയിൽ പരിമിതികൾ ഇല്ലാത്തവരാണെങ്കിലും അപരിമിതരായി നാം തീരുന്നില്ല. പക്ഷേ ദൈവം നമ്മുടെ കഴിവുകൾക്ക്, നമ്മുടെ ബുദ്ധിക്ക്, അറിവിന്, ജ്ഞാനത്തിന് അതീതനായി അപ്പോഴും നിലനിൽക്കുന്നു. ഈവൻ ഇൻ ഇറ്റേണിറ്റി ടു പ്രൂവ് ഹിസ് മാജസ്റ്റി, that God will still be beyond our comprehension. നമ്മുടെ മനസ്സിലാക്കുന്നതിനുള്ള കഴിവിനും അതീതനായിരിക്കും നമ്മുടെ ദൈവം നിത്യതയിൽ പോലും എന്നതിനെ ചൂണ്ടിക്കാണിക്കുന്നു. ഒരു കാര്യവും കൂടെ അതിനോട് ചേർത്ത് പറയാം. അത് അടുത്ത അഞ്ചാമത്തേതായിട്ട് അല്ല, നിങ്ങൾ എഴുതുന്ന ക്രമത്തിൽ എങ്ങനെയും എഴുതാം. അതിൽ നാം കാണുന്നത് പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കൾ ദൈവത്തിന്റെ പേര് ഉച്ചരിക്കാറില്ലായിരുന്നു. ദൈവത്തിന്റെ നാമം അവർ ഉച്ചരിക്കാറില്ലായിരുന്നു. അതിന് പകരം നമുക്കറിയാം, നമ്മൾ പല പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട്, ഇംഗ്ലീഷ് ബൈബിളുകളിൽ ലോർഡ് LORD ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ, വലിയ അക്ഷരങ്ങളിൽ LORD എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനെ യഹോവ എന്നാണ് മനസ്സിലാക്കേണ്ടത്. വെറും L മാത്രം വലിയ അക്ഷരവും ORD ചെറിയ അക്ഷരങ്ങളുമാണെങ്കിൽ കർത്താവ് എന്ന സാധാരണ നിലയിൽ യേശുക്രിസ്തുവിന് വേണ്ടി പറഞ്ഞിട്ടുള്ളതായി മനസ്സിലാക്കാം. എന്നാൽ യഹോവയായ ദൈവം എന്നതിന് ഉച്ചരിക്കുവാൻ അവർക്ക് പ്രയാസമായിരുന്നു. പ്രയാസമെന്ന് പറഞ്ഞാൽ ഉച്ചരിക്കാൻ വേറെ പ്രയാസമില്ല, പക്ഷേ ദൈവത്തിന്റെ നാമത്തെ അത്ര പരിശുദ്ധവും അതിശ്രേഷ്ഠവുമായി കണ്ടിരുന്നതുകൊണ്ട് ആ നാമം ഉച്ചരിക്കുവാൻ തങ്ങൾ യോഗ്യരല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവർ കർത്താവിന്റെ നാമം ഉച്ചരിക്കാറില്ലായിരുന്നു. പ്രത്യേകിച്ച് വേദപുസ്തകത്തിന്റെ കയ്യെഴുത്ത് പ്രതികൾ, മാനുസ്ക്രിപ്റ്റ്സ് പകർത്തി എഴുതുമായിരുന്ന സമയത്തും തർജ്ജമ ചെയ്യുമായിരുന്ന സമയത്തും ചരിത്രം പറയുന്നത്, എവിടെയെങ്കിലും യഹോവ എന്ന് ദൈവത്തിന്റെ നാമത്തെ പകർത്തി എഴുതേണ്ടതായിട്ട് വന്നാൽ അത് എഴുതുന്ന റബ്ബിമാർ, ശാസ്ത്രിമാർ ഉടൻ തന്നെ എഴുന്നേറ്റ് പോയി കുളിച്ച് അല്ലെങ്കിൽ കയ്യും കാലുമൊക്കെ കഴുകി തങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് ഭയത്തോടുകൂടെയായിരുന്നു ആ നാമം എടുത്തെഴുതുമായിരുന്നത്. അതിന് സാധാരണ പേന പോലും, മറ്റു കാര്യങ്ങളൊക്കെ എഴുതുന്ന പേന പോലും അതിനു വേണ്ടി വിനിയോഗിക്കില്ലായിരുന്നു. അത്രയ്ക്കും വിശുദ്ധമായി, പരിശുദ്ധമായി, ഭയപ്പെടുവാൻ യോഗ്യമായിട്ടാണ് ദൈവത്തിന്റെ നാമത്തെ ഇസ്രായേൽ കണ്ടിരുന്നത്. ആ ഒരു ശ്രേഷ്ഠത
ഇവിടെയും നമുക്ക് കാണാം യേശുക്രിസ്തുവിന്റെ നാമം ഉച്ചരിച്ചു കൂടാൻ ഒക്കാത്തത് എന്ന നിലയിൽ, ശ്രേഷ്ഠം, അതിവിശുദ്ധം എന്ന നിലയിൽ നമുക്കിവിടെ മനസ്സിലാക്കുവാൻ സാധിക്കും. അതിന് ഒരു തെളിവും കൂടെ ഇന്ന് നാം കാണുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായി നമുക്ക് കാണുവാൻ സാധിക്കും. 2 കൊരിന്ത്യ ലേഖനം 12-ാമത്തെ അധ്യായം, കൊരിന്ത്യർക്കുള്ള 2-ാമത്തെ ലേഖനം 12-ാമത്തെ അധ്യായം, അതിന്റെ 4-ാമത്തെ വാക്യം, 12:4, 2 Corinthians. And he heard things that cannot be told, which man may not utter. ഏതോ ഒരു മനുഷ്യൻ, നമ്മൾ മനസ്സിലാക്കുന്നു അത് പൗലോസ് തന്നെയാണ്. പൗലോസ് പക്ഷേ ആളിനെ പറയുന്നില്ല, സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട കാര്യമാണ് പറയുന്നത്. സ്വർഗത്തിൽ പോയി, ശരീരത്തോടുകൂടെയാണോ അല്ലാതെയാണോ ഇതൊന്നും പൗലോസിന് അറിഞ്ഞുകൂടാ. പക്ഷേ അവിടെ ചെന്നിട്ടുണ്ടായ അനുഭവത്തെക്കുറിച്ചാണ് നാം ഇവിടെ വായിച്ചത്. മനുഷ്യന് ഉച്ചരിപ്പാൻ പാടില്ലാത്തതും പറഞ്ഞുകൂടാത്തതുമായ വാക്കുകളെ അവൻ കേട്ടു. Whoever be this person, maybe Paul or someone else, it is understood to be Paul himself. He was taken into the heavens, and what he experienced there, he says, it is impossible for man to talk on, unspeakable for a man. He heard, sometimes he understood, but he says, I cannot speak what I heard. അപ്പം അവിടെയും ദൈവത്തിൻ്റെ അല്ലെ സ്വർഗീയമായ മാർമികതകളെ വെളിപ്പെടുത്തുന്നു. സ്വർഗീയമായ മാർമികതകൾ, മിസ്റ്ററീസ് ഓഫ് ഹെവൻ. അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ക്രിസ്തുവിന്റെ നാമം ഉച്ചരിച്ചു കൂടാത്തത്, വേറെ ആർക്കും അറിഞ്ഞുകൂടാത്തത് എന്ന നിലയിൽ നാം ഇവിടെ വായിക്കുന്നത്. ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് പോകാം. യാഹ്വേ എന്നുള്ളതിന്റെ ഹീബ്രു സ്പെല്ലിംഗ് എന്തോ YWH അതോ? അതെ, YHWH, യാഹ്വേ. ശരി, മറ്റൊന്നുമില്ലെങ്കിൽ നമുക്ക് 13-ാമത്തെ വാക്യത്തിലേക്ക് പോകാം. 13, verse 13. He is clothed in a robe dipped in blood, and the name by which he is called is the Word of God. ഇവിടെ നിന്ന് യേശുക്രിസ്തു രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നതിന്റെ അർത്ഥം കണ്ടു കഴിഞ്ഞതായതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ആവർത്തിക്കുന്നില്ല. അത് നമ്മൾ പഠിച്ചപ്പോൾ ഇല്ലാതിരുന്നവർ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു വാചകത്തിൽ പറയാം. യേശുക്രിസ്തു ഭൂമിയിലേക്ക് തന്റെ വിശുദ്ധന്മാരുമായി ഇറങ്ങി വരുമ്പോൾ തന്റെ ശത്രുക്കളെ നിഗ്രഹിക്കുന്ന, യഹൂദന്റെ ശത്രുക്കളോട് പടപൊരുതുന്ന, യഹൂദന്റെ, യെരുശലേമിന്റെയും മുഴുപ്രപഞ്ചത്തിന്റെയും മോചനത്തിന് വേണ്ടി സാത്താനോടും
എതിർ ക്രിസ്തുവിനോടും കള്ളപ്രവാചകനോടും അവരുടെ സൈന്യത്തോടും യുദ്ധം ചെയ്യുന്നതിൻ്റെ ഒരു ചിത്രമാണ്. യേശുവിൻ്റെ വസ്ത്ര ചുവന്നതായി ചെമന്നതായി കാണുന്നത്, രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു എന്ന് നാം വായിക്കുന്നത് നമ്മുടെ കർത്താവിൻ്റെ രക്തമല്ല, അവന്റെ ശത്രുക്കളുടെ രക്തമാണ്. അർമഗദ്ദോന്റെയും കൂടെ ഒരു ചിത്രമാണ് അവിടെ നമ്മൾ കാണുന്നത്. അതിന് യെശയ്യാ പ്രവചനം 63-ാമത്തെ അധ്യായവും മറ്റും ഉപോദ്ബലകമായി നമ്മൾ കണ്ട് അത് പഠിക്കുകയുണ്ടായി. അതുകൊണ്ട് അത്രയും പറഞ്ഞ് ആ ഭാഗം വിടുന്നു. ആ 13-ാമത്തെ വാക്യത്തിൽ നിന്ന് നമ്മൾ ചിന്തിക്കാതെ വിട്ടത് യേശുവിൻ്റെ മറ്റൊരു പേരാണ്. അതും ഓടിച്ചു പറഞ്ഞിരുന്നു, ഒന്നും കൂടെ പറയുന്നു എന്ന് മാത്രം. അവന് ദൈവവചനം എന്ന് പേർ. Here is another name for Jesus. നമ്മൾ ഈ വെളിപ്പാട് പുസ്തകം പഠിച്ചപ്പോൾ ചെയ്യാതിരുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് പോലെ ചെയ്യാവുന്നതുമായ ഒരു കാര്യം, വെളിപ്പാട് പുസ്തകത്തിൽ യേശുക്രിസ്തുവിന് കൊടുത്തിട്ടുള്ള വിവിധ പേരുകൾ. നമ്മളത് വാക്യമായി പഠിച്ചു വന്നപ്പോൾ പറഞ്ഞു, അല്ലാതെ പ്രത്യേകമായി അങ്ങനെ എടുത്ത് നമ്മൾ ചിന്തിച്ചില്ല. നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഡയറിയിൽ തന്നെ, അല്ലെ നിങ്ങളുടെ നോട്ട്ബുക്കിൽ തന്നെ 1-ാം അധ്യായം 1-ാം വാക്യം മുതൽ യേശുക്രിസ്തുവിന് കൊടുത്തിട്ടുള്ള വിവിധ പേരുകൾ, diverse names given to Jesus Christ in this book. റെഫറൻസ് സഹിതം നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് യേശുക്രിസ്തുവിന്റെ വെളിപ്പാടെന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ കാണുന്ന യേശുവിന്റെ പേര് യേശു ക്രിസ്തു. റെഫറൻസ് എഴുതുക 1:1. പിന്നെ കുറെ ഇങ്ങോട്ട് വായിച്ചു വരുമ്പോൾ അതേ പേര് ആവർത്തിക്കപ്പെടുന്നുണ്ടാകാം. അപ്പോൾ രണ്ടാമതും അത് ആ പേര് എഴുതണ്ട, ആദ്യം യേശുക്രിസ്തു എന്ന് എഴുതിയ പേരിന്റെ കൂടെ ഈ റെഫറൻസും കൂടെ ഒന്ന് എഴുതിയാൽ മാത്രം മതി. പിന്നീട് നമുക്കൊരു കൺകോർഡൻസ് ആയിട്ട് ഒരു ഒത്തുവാക്യം പോലെ ഇത് ഉപയോഗിക്കാൻ പറ്റും. പോകട്ടെ, മടങ്ങി വരുന്നു 9:13. അവിടെ യേശുക്രിസ്തുവിന് കൊടുത്തിട്ടുള്ള മറ്റൊരു പേര് ദൈവ വചനം, ലോഗോസ്, വേർഡ് ഓഫ് ഗാഡ്, ദൈവത്തിന്റെ വചനം. നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ഭാഗം ചിന്തിച്ചപ്പോൾ കണ്ടതാണ്, യോഹന്നാൻ അപ്പോസ്തലന്റെ ഒരു പ്രധാന ശൈലിയാണ് യേശുവിനെ ദൈവവചനമെന്ന് പരിചയപ്പെടുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിലും യോഹന്നാന്റെ ലേഖനത്തിലും യോഹന്നാൻ അത് ചെയ്തിട്ടുണ്ട്. സ്തോത്രം. യോഹന്നാൻ 1-ാം അധ്യായം 1-ാം വാക്യം തന്നെ പറയുന്നത്, ആദിയിൽ വചനം ഉണ്ടായിരുന്നു. 1-ാം വാക്യത്തിൽ തന്നെ യേശുവിനെ യോഹന്നാൻ വചനം 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 എന്ന് വിളിക്കുന്നു. വചനം. അങ്ങനെ യോഹന്നാൻ തന്റെ സുവിശേഷത്തിന്റെ ആദ്യ അധ്യായങ്ങളിലും അതുപോലെ ലേഖനത്തിലും അത് തന്നെ പറയുന്നു. യേശുവിനെ യോഹന്നാൻ തന്റെ ലേഖനത്തിൽ വിളിക്കുന്നത് ജീവന്റെ വചനമെന്നാണ്, ലിവിങ് വേർഡ്. ജീവനുള്ള വചനമെന്നും ജീവൻ കൊടുക്കുന്ന വചനമെന്നും നമുക്കതിനെ മനസ്സിലാക്കാം. ലിവിങ് വേർഡ് which has life in itself.
living word that illuminates others, that enlightens others. മറ്റുള്ളവരെ പ്രകാശിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രകാശം നൽകുന്ന അല്ലെങ്കിൽ ജീവിപ്പിക്കുന്ന വചനം. അപ്പോൾ ജീവനുള്ള വചനവുമാണ് യേശു, ജീവിപ്പിക്കുന്ന വചനവുമാണ് യേശു. അതുകൊണ്ട് ഈ പേര് ഇവിടെ വളരെ പ്രസക്തമായിട്ടുള്ളതാണ്. വളരെ പ്രസക്തമായ പേരാണ് ദൈവ വചനമെന്ന്. ഈ വചനം ജഡമായി തീർന്നു എന്നാണ് യോഹന്നാൻ നമ്മോട് പറയുന്നത്. യോഹന്നാൻ 1:14 വചനം ജഡമായി തീർന്നു. സ്തോത്രം. വചനം ജഡമായി തീർന്നു. ഇവിടെ വചനം എന്ന് പറഞ്ഞാൽ അർത്ഥം, വചനത്തിന്റെ അർത്ഥം നമ്മൾ ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ. ലോഗോസ് മീൻസ് The word. the word means, അതിന്റെ അർത്ഥമാണ് the mind. Okay, the mind, the will, the purpose, the reason. റീസൺ അഥവാ യുക്തി. റീസൺ അഥവാ യുക്തി. മനസ്സ് അഥവാ മൈൻഡ്. വിൽ അഥവാ ഇച്ഛ അല്ലെങ്കിൽ ഇഷ്ടം. ഇച്ഛ അല്ലെങ്കിൽ ഇഷ്ടം. അങ്ങനെയാണെങ്കിൽ യേശുവിനെ ദൈവവചനം എന്ന് വിളിച്ചാൽ എന്താ അതിന്റെ അർത്ഥം? ദൈവത്തിന്റെ മനസ്സ്. ദൈവത്തിന്റെ മനസ്സ്. കുറെ കൂടെ നമ്മൾ പറയുകയാണെങ്കിൽ ജീസസ് ഈസ് ദ വെരി എക്സ്പ്രഷൻ ഓഫ് ദ മൈൻഡ്, ദ വിൽ, ദ പേഴ്സൺ, the reason of God. എന്ന് വെച്ചാൽ യേശു ദൈവവചനം എന്ന നിലയിൽ ദൈവത്തിന്റെ ആളത്വത്തിന്റെയും ഹിതത്തിന്റെയും യുക്തിയുടെയും ആലോചനയുടെയും ഒക്കെ പ്രദർശനമാണ് യേശു എന്നത്രേ അർത്ഥമാക്കുന്നത്. Got it? Jesus as the word of God, he reveals the Father, as John 1:18 says. യോഹന്നാൻ 1:18 നമ്മൾ കാണുന്നത് പോലെ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ലല്ലോ. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിന്നെ പിതാവിന്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ യേശു പിതാവായ ദൈവത്തിന്റെ വെളിപ്പാടാണ്. ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ റെവലേഷൻ ഓഫ് ദ ഫാദർ ഓഫ് ഗാഡ്. പിതാവായ ദൈവത്തിന്റെ വെളിപ്പാടാണ് യേശുക്രിസ്തു ദൈവവചനം എന്ന നിലയിൽ. എന്ന് വെച്ചാൽ യേശു വന്നിട്ട് ദൈവം ആരാണെന്ന് വെളിപ്പെടുത്തി, ദൈവത്തിന്റെ മനസ്സെന്താണെന്ന് വെളിപ്പെടുത്തി, ദൈവത്തിന്റെ യുക്തിചിന്ത എന്താണെന്ന് വെളിപ്പെടുത്തി, ദൈവത്തിന്റെ ആഗ്രഹം എന്താണെന്ന് വെളിപ്പെടുത്തി. അപ്പോൾ ദൈവത്തിന്റെ മുഴുവൻ ആളത്വത്തെയും യേശു ദൈവവചനം എന്ന നിലയിൽ വെളിപ്പെടുത്തി.
മനസ്സിലായോ? സ്തോത്രം. യേശു ദൈവവചനം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായല്ലോ? ആവർത്തിക്കണ്ടല്ലോ? ആവർത്തിക്കണമെങ്കിൽ പറയണേ, കുഴപ്പമില്ല. വേണ്ടല്ലോ. സ്തോത്രം. അപ്പോൾ ഈ വീണ്ടും ഒന്നുകൂടെ പറയണം പാസ്റ്ററെ. പറയാം. വചനം എന്നതിന് നമ്മുടെ ഭാഷയിൽ വചനം എന്ന്, അല്ലെങ്കിൽ ഇംഗ്ലീഷിലാണെങ്കിൽ വേർഡ് എന്ന് തർജ്ജമ ചെയ്തിരിക്കുന്നത് മൂലഭാഷയായ ഗ്രീക്കിലെ ലോഗോസ് എന്ന വാക്കാണ്. ലോഗോസ്. ആ ലോഗോസ് എന്ന പദത്തിന്റെ അർത്ഥമാണ് യുക്തി. യുക്തി എന്ന് പറഞ്ഞാൽ ചിന്ത എന്നൊരർത്ഥമുണ്ട്. യുക്തി. ഇച്ഛ എന്നൊരർത്ഥമുണ്ട്. ഇച്ഛ. മനസ്സ് എന്ന് ലോഗോസ് അഥവാ വചനം എന്നതിന്റെ അർത്ഥമുണ്ട്. അതുപോലെ ഉദ്ദേശം, കൗൺസൽ, ആലോചന എന്നും അതിനെ അർത്ഥമാക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ യേശുവിനെ ദൈവവചനമെന്ന് വിളിച്ചാൽ അർത്ഥമാക്കുന്നത്, ഒന്ന്, യേശു ദൈവത്തിന്റെ വെളിപ്പാടാണ്. ഒന്നും കൂടെ നമുക്കത് മനസ്സിലാകും. നേരത്തെ നമ്മൾ പഠിച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് പോകുവാൻ താല്പര്യപ്പെട്ടില്ലെങ്കിലും ഒരുപക്ഷെ അതും കൂടെ എടുത്തു പറയുന്നത് കൂടുതൽ പ്രയോജനകരമാകാം. ഞാൻ ആ സമയങ്ങളിൽ ചോദിക്കുമായിരുന്ന ചോദ്യം തന്നെ ചോദിക്കാം, അപ്പോൾ ഓർമ്മയും വരും. തിരുവട്ടാർ കൃഷ്ണൻകുട്ടി എന്ന സുവിശേഷ പ്രസംഗകന്റെ വാക്കുകളിലൂടെയാണ് നമ്മളത് ചിന്തിച്ചത്. ഇപ്പൊ ഓർമ്മ വന്ന് കാണും ചിലപ്പോൾ. അദ്ദേഹം പറയുമായിരുന്നത്, ലോകത്തിൽ ജീവനില്ലാത്ത ദൈവങ്ങളുണ്ട്. ഈ ജീവനില്ലാത്ത ദൈവങ്ങൾക്ക് പ്രതിമകളുണ്ട്, അവയ്ക്കും എന്തില്ല? ജീവനില്ല. അപ്പൊ ജീവനില്ലാത്ത പ്രതിമകൾക്ക്, ജീവനില്ലാത്ത ദൈവങ്ങളുടെ പ്രതിമകൾക്കും ജീവനില്ല. നമ്മുടെ ദൈവത്തിന് ജീവനുണ്ടോ? ഉണ്ട്. നമ്മുടെ ദൈവത്തിന് ജീവനുണ്ട്. നമ്മുടെ ദൈവത്തിന് പ്രതിമയുണ്ടോ? ഇപ്പൊ ഓർമ്മ വരുന്നുണ്ടായിരിക്കും. ഇല്ല. ഉണ്ട്. ഉണ്ട്. യേശു. നമ്മുടെ ദൈവത്തിന് പ്രതിമയുണ്ട്. അപ്പൊ ഓർക്കണം, ലോകത്തിൽ ജീവനില്ലാത്ത ദൈവങ്ങൾക്ക് ജീവനില്ലാത്ത പ്രതിമ. എന്നാൽ ജീവനുള്ള ഒരു ദൈവം ഉണ്ടല്ലോ. ആ ദൈവത്തിന് ഒരു പ്രതിമയുണ്ട്. ജീവനുള്ള ദൈവത്തിന്റെ പ്രതിമയ്ക്ക് ജീവനുണ്ടോ? ഉണ്ട്. ഉണ്ട്. സ്തോത്രം. വായിച്ചേക്കാമല്ലോ. ഓർമ്മയുണ്ടോ? കൊലോസ്യർ 1:15. കൊലോഷ്യൻസ് 1:15. He is the image of the invisible God, the firstborn of all creation. മലയാളം കൂടെ വായിച്ചാട്ടെ. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദിജാതനുമാകുന്നു. ക്രിസ്തു. ക്രിസ്തു അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ.
ഇംഗ്ലീഷിനേക്കാൾ നമുക്ക് എളുപ്പം ആ ഭാഗം മനസ്സിലാകുന്നത് മലയാളത്തിലായതുകൊണ്ടാണ് ഞാൻ ആ ഭാഗം മലയാളത്തിൽ കൂടെ വായിപ്പിച്ചത്. ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ ഇമേജ് ഓഫ് ദ ഇൻവിസിബിൾ ഗാഡ്. Here image means something visible. അദൃശ്യനായ ദൈവത്തെ ദൃശ്യമായി അവതരിപ്പിക്കുന്ന പ്രതിമയാണ് ക്രിസ്തു. പ്രതിമയാണ് ക്രിസ്തു. അത് തന്നെയാണ് യോഹന്നാനും പറഞ്ഞിരിക്കുന്നത്. യോഹന്നാൻ 1:18 വാക്യത്തിൽ നമ്മൾ ഇപ്പോൾ വായിച്ചിരുന്നല്ലോ. സ്തോത്രം. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. എന്നാൽ പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. കണ്ടോ? കൊലോസ്യർ 1:15 പറഞ്ഞ കാര്യം തന്നെയാണ് യോഹന്നാൻ ഇവിടെ 1:18 പറഞ്ഞിട്ടുള്ളത്. സ്തോത്രം. അപ്പൊ നമ്മുടെ ദൈവം അദൃശ്യനും ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്തവനുമാണ്. Our God is both invisible and unseen. നമ്മുടെ ദൈവം അദൃശ്യനുമാണ്, ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്തവനുമാണ്. പക്ഷെ ഇപ്പൊ നമുക്ക് ദൈവത്തെക്കുറിച്ച് ഏകദേശമൊക്കെ അറിവ് കിട്ടി. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പുസ്തകത്തിൽ വായിച്ചു. ഒരു സൺഡേ സ്കൂൾ സ്റ്റുഡന്റ്, ഒരു കൊച്ചുകുട്ടി ഒരു ദിവസം പറഞ്ഞെന്ന്, until Jesus came to this world, God was not a Christian. Until Jesus came to this world, God was not a Christian. യേശുക്രിസ്തു ലോകത്തിൽ വരുന്നതുവരെ ദൈവം ക്രിസ്ത്യാനി അല്ലായിരുന്നു. എന്ന് വെച്ചാൽ ദൈവത്തിന്റെ സ്വഭാവങ്ങൾ പലതും പഴയ നിയമത്തിൽ മറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാ നമ്മൾ പലരും പറയുന്നത് പഴയ നിയമത്തിലെ ദൈവം ക്രൂരനാണ്, കോപിഷ്ഠനാണ്, രക്തം ചോദിക്കുന്നവനാണെന്നൊക്കെ. പുതിയ നിയമത്തിലേക്ക് വരുമ്പം ശാന്തനാണ്, സ്നേഹമാണ്, സൗമ്യതയാണ്. കാര്യം എന്താ? പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും ദൈവങ്ങള് രണ്ടും രണ്ടാണോ? സെയിം ഓർ ഡിഫറെന്റ്? സെയിം. സെയിം. പക്ഷേ രണ്ടായിട്ടല്ലേ നമുക്ക് തോന്നുന്നത്? സ്തോത്രം. അതിനുള്ള പ്രശ്നം ദൈവത്തിന്റെ അല്ല, നമ്മുടേതാ. നമുക്ക് ദൈവത്തെ അറിയാനായിട്ട് കഴിഞ്ഞത് പുതിയ നിയമത്തിലാണ്. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 1:1 വായിക്കുന്നത്, ദൈവം പണ്ട് ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം നമ്മുടെ പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട്. അപ്പം കുറേശ്ശെ ആയിട്ടുള്ള വെളിപ്പാടായിരുന്നു പഴയ നിയമകാലത്ത്. എന്നാൽ യേശുക്രിസ്തുവോ, അല്ലെ ക്രിസ്തു വന്നപ്പോഴോ ദൈവത്തെ പൂർണ്ണമായും നമുക്ക് വെളിപ്പെടുത്തി തന്നു. ദൈവത്തെ പൂർണ്ണമായും വെളിപ്പെടുത്തി തന്നു.
എവിടെ? എവിടെയാ യേശുക്രിസ്തു ദൈവത്തെ പൂർണ്ണമായും വെളിപ്പെടുത്തിയത്? തെറ്റിയാലും സാരമില്ല, പറഞ്ഞു. നിങ്ങളെ ചിന്തിക്കാൻ വേണ്ടിയാ. ക്രൂശിലാണോ? അല്ല. തന്റെ ജീവിതത്തിൽ കൂടെ. എന്ന് വെച്ചാൽ തന്നിൽ തന്നെ, in himself, in his person, in his works. So in one word, in him, Jesus revealed the Father. And that's why we call Jesus the last, final, and fullest revelation of God. Jesus is the last and the fullest and the final revelation of God. Of which God? Of the unseen and the invisible God. അദൃശ്യനും മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവനും ആയ ദൈവത്തിന്റെ പൂർണ്ണമായ വെളിപ്പാടാണ് യേശുക്രിസ്തു. വചനം എന്ന നിലയിൽ. വചനത്തിന്റെ അർത്ഥമാണ് യുക്തി അഥവാ ചിന്ത. യേശു ദൈവവചനം എന്ന നിലയിൽ മനുഷ്യർക്ക് ദൈവത്തിന്റെ യുക്തി മുഴുവനും പങ്കുവച്ചു വെളിപ്പെടുത്തി. സ്തോത്രം. അപ്പോൾ യേശുക്രിസ്തുവിൽ നമുക്ക് ദൈവത്തിന്റെ സ്വഭാവം അറിയാം, ദൈവത്തിന്റെ യുക്തിചിന്തകൾ മനസ്സിലാക്കാം ക്രിസ്തുവേശുവിലൂടെ. ദൈവത്തിന്റെ ഹിതം എന്തെന്ന് നമുക്കറിയാം. ദൈവത്തിന്റെ ഹിതം, ദൈവത്തിന്റെ ആലോചന എന്തെന്ന് നമുക്കറിയാം. ഇതെല്ലാം ദൈവം വെളിപ്പെടുത്തിയത് ആരിലാണ്? ആരിലൂടെയാണ്? ജീസസ് ക്രൈസ്റ്റ്. ഉത്തരം ഒന്നേ ഉള്ളൂ, ജീസസ് ക്രൈസ്റ്റ്. ഇതാണ് യേശു ദൈവവചനം എന്ന് പറഞ്ഞാൽ അർത്ഥം. അദൃശ്യനായ ദൈവത്തിന്റെ ജീവനുള്ള പ്രതിമയായി ക്രിസ്തുവിനെ നമുക്ക് കാണാം. ജീവനുള്ള ദൈവത്തിന് ജീവനുള്ള പ്രതിമ, അത് ക്രിസ്തു. അതാണ് ക്രിസ്തു ദൈവത്തിന്റെ വെളിപ്പാടെന്ന് പറയുന്നത്. അതുകൊണ്ട് യേശുവിനെ ദൈവത്തെ പൂർണ്ണമായും വെളിപ്പെടുത്തുന്നവൻ എന്ന അർത്ഥത്തിൽ നമുക്ക് എന്ത് വിളിക്കാം? ദൈവവചനം. ദൈവവചനം എന്ന് വിളിക്കാം. ഇനിയും ആവർത്തിക്കണോ? മനസ്സിലായി കാണുമോ? ആർക്കെങ്കിലും ചോദ്യം? ഈ കൊലോസ്യർ 2:9 അതല്ലേ വായിക്കുന്നത്? ക്രിസ്തുവിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. അത് തന്നെ, ദേഹരൂപമായി. ദൈവത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം പൂർണ്ണതയോടെ ആരിലുമുണ്ട്? യേശുവിൽ. ഒറ്റ വ്യത്യാസം എന്താ?
ദൈവത്തിന് ഒരു സ്ഥൂല ശരീരം ഇല്ല. ദൈവത്തിന് ഒരു സൂക്ഷ്മ ശരീരവും ആത്മശരീരവുമേ ഉള്ളൂ. God doesn't have a physical body, a literal body. But Jesus had a physical body. ദൈവത്തിന് സ്ഥൂലവും സ്പർശ്യവും ദൃശ്യവും ഒക്കെയായ ഒരു ഭൗതിക ശരീരം ഇല്ല. ദൈവത്തിന് അങ്ങനെ ഒരു ശരീരം ഇല്ല. എന്നാൽ യേശുവിനോ Physical body. ഫിസിക്കൽ ബോഡി ഉണ്ട്, ദൃശ്യമായ ശരീരം, അക്ഷരീയമായ ശരീരം. പക്ഷേ എന്താണ് പ്രയോജനം? അദൃശ്യനായ ദൈവത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ദേഹരൂപത്തിൽ ഭൗതിക ശരീരരൂപത്തിൽ ആരിൽ വസിക്കുന്നു? ക്രിസ്തുവിൽ വസിക്കുന്നു. സ്തോത്രം. അതാണ് അവനിൽ, ക്രിസ്തുവേശുവിലല്ലോ ദൈവത്തിന്റെ സർവ സമ്പൂർണതയും ദേഹരൂപമായി, ഇൻ ബോഡിലി വേ. രണ്ടും അതേ അർത്ഥം തന്നെ. ഇതാണ് ദൈവവചനം ആണ് യേശു എന്ന് പറഞ്ഞാൽ അർത്ഥമാകുന്നത്. മറ്റെന്തെങ്കിലും ചോദ്യം? സ്തോത്രം. അതെ, ഈ വചനത്തെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം. അതും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സ്പോക്കൺ വേർഡ്, written word, and Living. the living word, otherwise the word that became flesh. വചനത്തിന്റെ മൂന്ന് അവസ്ഥാന്തരങ്ങളുണ്ട്. ഒന്ന്, വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം. അതിനെ കൽപ്പിത വചനമെന്നോ മൗഖിക വചനമെന്നോ വിളിക്കാം. യെശയ്യാ 55 10-11 വാക്യങ്ങളിൽ നമ്മത് കാണുന്നുണ്ട്. ഐശയ്യ 55 verses 10 and 11. അവിടെ നമ്മൾ കാണുന്നുണ്ട്, in this way will be my word that proceeds from my mouth. അവണ്ണമായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനവുമായിരിക്കും. ദാറ്റ് ഈസ് വാട്ട് ഗാഡ് സ്പീക്സ്. രണ്ടാമത്തേതാണ് റിട്ടൺ വേർഡ്. റിട്ടൺ വേർഡ്, എഴുതപ്പെട്ട ദൈവത്തിന്റെ വചനം. മൂന്നാമത്തേതാണ് യേശു ക്രിസ്തു എന്ന ജീവനുള്ള വചനം. ജീവനുള്ള വചനം. ഇത് ഏത് വചനത്തിലൂടെ ആയാലും, ഇതിൽ ഏത് അവസ്ഥകളിലൂടെ ആയാലും വചനം ചെയ്യുന്നത് ആത്യന്തികമായും ദൈവത്തെ വെളിപ്പെടുത്തുക എന്നുള്ളതാണ്. സ്തോത്രം. മറ്റെന്തെങ്കിലും?
ശരി, മറ്റൊന്നും ഇല്ലെങ്കിൽ ഈ വചനത്തെക്കുറിച്ച് യഹൂദന്മാരുടെ ചിന്താഗതി എന്ന് പറയുന്നത് വചനം ജീവനില്ലാത്ത പാസീവായിട്ടുള്ള ഒരു സാധനം എന്നല്ല. Jews never considered the word as something passive and inactive and without life. യഹൂദന്റെ വചനത്തെക്കുറിച്ചുള്ള ചിന്ത എന്ത് അല്ലെങ്കിൽ എങ്ങനെയല്ലായിരുന്നു? യഹൂദനെ സംബന്ധിച്ച് വചനം എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്ത നിഷ്ക്രിയമായ എന്തോ ഒന്നായിട്ടല്ലായിരുന്നു അവർ കരുതിയിരുന്നത്. പകരം യഹൂദന്മാർ കരുതിയത് വചനത്തിൽ ജീവനുണ്ട് എന്നാണ്. അതിനെക്കുറിച്ച് ജോൺ പാറ്റേഴ്സൺ എന്ന് പറയുന്നയാള് ദ ബുക്ക് ദാറ്റ് ഈസ് എലൈവ് എന്ന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: എബ്രായ ചിന്തയിൽ വചനം ഒരു ഭീകരജീവി തന്നെയാണ്. In Hebrew thoughts, word is like a beast. A beast. ചുണ്ടുകളിൽ നിന്ന് പുറപ്പെടുന്നതും വായുവിൽ ലയിച്ച് നിഷ്ഫലമായി അല്ലെങ്കിൽ നിശ്ചലമായി പോകുന്നതുമായ നിർജീവ ശബ്ദ തരംഗങ്ങളല്ല വചനം. For Jews, word is not something that comes out of your mouth and doing something, working hard and becomes inactive. യഹൂദ ചിന്തയനുസരിച്ച് ചുണ്ടുകളിൽ അല്ലെങ്കിൽ വായിൽ നിന്ന് പുറപ്പെടുന്നതും അല്പം കഴിഞ്ഞിട്ട് നിശ്ചലമായി തീരുന്നതുമായ എന്തോ ഒന്നല്ല ദൈവത്തിന്റെ വചനം. ഈ വായുവിൽ ലയിച്ച് വായു മലിനമാക്കി തീരുന്നതല്ല വചനം എന്ന് പറയുന്നത്. പകരം അവരെ സംബന്ധിച്ച് പറയുന്നത് വചനം പ്രവർത്തനശേഷിയുള്ള ഊർജ മാത്രകളാണ്. പ്രവർത്തനശേഷിയുള്ള ഊർജ മാത്രകളാണ് വചനം. That means it is creative, not inactive, not passive. ഇതാണ് ഇവിടെ യേശു ക്രിസ്തുവിനെ വചനമെന്ന് വിളിച്ചിരിക്കുന്നത്. യേശു ക്രിസ്തു വചനം. ആ വചനത്തിന് പ്രവൃത്തി ചെയ്യാൻ പ്രാപ്തിയുണ്ടത്രേ. നമുക്കറിയാമല്ലോ, ഇസഹാക്ക് ഏശാവിനെ അനുഗ്രഹിക്കുന്നു. പക്ഷേ ആള് മാറിപ്പോയതാണെന്ന് നമുക്കറിയാം. ഒടുവിൽ ഏശാവ് വരികയാണ്. ഏശാവിന്റെ അനുഗ്രഹം തട്ടിയെടുത്ത യാക്കോബ് ഏശാവ് എന്ന നിലയിൽ, ആദ്യജാതൻ എന്ന നിലയിൽ ഏശാവിന്റെ അനുഗ്രഹം യാക്കോബ് തട്ടിയെടുത്തു. പാവം ഏശാവാണെന്നും പറഞ്ഞ് യാക്കോബിനെ ആള് മാറി പിതാവ് അനുഗ്രഹിച്ചു. പിന്നീട് വരുന്നു എബ്രായ ലേഖന കർത്താവ് പോലും അതേപ്പറ്റി എഴുതിയിരിക്കുന്നു. ഏശാവ് വന്ന് പപ്പായുടെ അടുക്കൽ, അപ്പച്ചന്റെ അടുക്കൽ തല തല്ലിക്കരയുക, അപ്പാ അപ്പാ നിനക്ക് ഒരനുഗ്രഹം മാത്രമേ ഉള്ളൂ, എന്നെയും കൂടെ അനുഗ്രഹിക്കണേ.
ഉൽപ്പത്തി 27-ാമത്തെ അധ്യായത്തിൽ നാം കാണുന്നുണ്ട്, ഇസ്ഹാക്ക് പറയുകയാണ്, മോനെ ഞാൻ അവനെ നീയാണെന്നും പറഞ്ഞ് അനുഗ്രഹിച്ചു പോയി. ഈ കൊടുത്ത വചനം തിരിച്ചെടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം അവിടെയും മനുഷ്യന്റെ വാക്കുകളാണെങ്കിൽ കൂടെ എന്താ മനസ്സിലാക്കുന്നത്? പറഞ്ഞത് പിന്നെ Cannot take it ഇല്ലാതാ back and it's what? cannot take it back. അതിനെ തിരിച്ചെടുക്കാനായിട്ട് കഴിയില്ല എന്ന് നാം കാണും. ഈ വചനത്തിന്റെ സക്രിയത എബ്രായ ലേഖനം 4:12 നമുക്കറിയാം. വചനം Hebrews 4:12 speaks about the activeness of this word. അപ്പോൾ ഇവിടെയെല്ലാം നാം കാണുന്നത് വചനം എന്താണ്? ജീവനുള്ളതാണ്, ക്രിയാത്മകമാണ്, രചനാത്മകമാണ്. സ്തോത്രം. ആ വചനം ജീവനുള്ളതാണ്. അതാ യോഹന്നാൻ 1-ാം-അധ്യായം 2-ാം വാക്യം മുതൽ പറയുന്നത്, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അതാണ് യേശു ദൈവവചനം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. ഇപ്പൊ നമ്മൾ തന്നെ ഒരു കാര്യം പറഞ്ഞാൽ എന്താ അർത്ഥമാക്കുന്നത്? നമ്മുടെ വാക്കുകളിലൂടെ നമ്മുടെ മനസ്സ് മുഴുവനും നമ്മൾ തുറക്കല്ലേ. അതുകൊണ്ടല്ലേ ബൈബിളും പറയുന്നത്, മൂഢൻ പോലും വാ തുറക്കാതിരുന്നാൽ ജ്ഞാനിയാണെന്ന് കരുതിക്കോളും. ചിലര് വാ തുറക്കുന്നത് വരെ ഭയങ്കര മാന്യന്മാരാ. വാ തുറന്നു പോയോ, എന്തെങ്കിലും പറഞ്ഞു പോയോ, ആളിന്റെ പൊള്ളത്തരം അല്ലെങ്കിൽ ആളിന്റെ പൊങ്ങച്ചം ഒക്കെ പുറത്തു വരും. നമ്മുടെ പോലും വാക്കുകൾ നമ്മുടെ വ്യക്തിത്വത്തെ വെളിപ്പെടുത്തുന്നതാണ്. യേശു ദൈവവചനം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് അർത്ഥം. എന്തേ? യേശു ആരുടെ വചനമാണോ ആ ആളിനെ പൂർണ്ണമായും വചനമെന്ന നിലയിൽ യേശു വെളിപ്പെടുത്തുന്നു, പരിചയപ്പെടുത്തുന്നു. വെളിപ്പെടുത്തുന്നു, പരിചയപ്പെടുത്തുന്നു. വ്യക്തമാണോ? എന്തെങ്കിലും വിശദീകരണം ഈ വിഷയത്തിൽ ആവശ്യമുണ്ടോ? ഇല്ല. എങ്കിൽ നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് പോകാം. 14. And the armies of heaven, arrayed in fine linen, white and pure, were following them on white horses. അവിടെയും നമുക്ക് വിശദീകരണം വേണ്ടായിരിക്കുമെന്നാ കരുതുന്നത്. നമ്മൾ അതേക്കുറിച്ച് പഠിച്ചിരുന്നല്ലോ. ആ വാക്യത്തിന് വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാട്ടെ.
സ്വർഗീയ സൈന്യത്തിൽ ആരൊക്കെ ഉണ്ടെന്നുള്ളത് നമ്മൾ കണ്ടു. ദൂതന്മാരും വിശുദ്ധന്മാരും എന്ന് ഏറ്റവും ഹ്രസ്വമായിട്ട് പറയാം. നിർമ്മലവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ച്, ആ വെണ്മയേറിയ വസ്ത്രം വിജയത്തെ കാണിക്കുന്നു, വിശുദ്ധിയെ കാണിക്കുന്നു എന്നുള്ളതും നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. വെള്ളക്കുതിരപ്പുറത്ത്, അവിടെയും വെണ്മ വിജയത്തിന്റെ പ്രതീകമാണ്. വെള്ളക്കുതിരപ്പുറത്ത് കയറി അവനെ അനുഗമിച്ചു. കുതിരയും ഇവിടെ ബലത്തെയും ജയത്തെയും പ്രതിനിധാനം ചെയ്യുന്നു. അക്ഷരീയമായി കുതിരപ്പുറത്ത് കർത്താവ് വരുന്നതും ദൂതന്മാർ വിശുദ്ധന്മാർ വരുന്നതും ഒന്നും തന്നെ നാം ചിന്തിക്കേണ്ടതില്ല. യേശുക്രിസ്തു വെളിപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങളിൽ സഭകൾക്ക് ദൂത് പറയുമ്പോൾ പറഞ്ഞു, ജയിക്കുന്നവനെ ഞാൻ എൻ്റെ കൂടെ കുതിരപ്പുറത്ത് കയറ്റും. ഇല്ല, ഇല്ല. ജയിക്കുന്നവന് ഞാൻ എൻ്റെ കുതിരയെ ദാനമായിട്ട് കൊടുക്കും. ഇല്ല. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ പ്രതീകാത്മകം എന്ന് മാത്രം. കുതിര. ശരി, 14-ാം വാക്യത്തിൽ മറ്റ് വിശദീകരണം വേണ്ടെങ്കിൽ 15-ാമത്തെ വാക്യം ഒന്നും കൂടെ വായിക്കാം. വേഴ്സ് 15. From his mouth comes a sharp sword which would strike down the nations, and he will rule them with a rod of iron. He will tread the winepress of fury of the wrath of God the Almighty. അതും നമ്മൾ കണ്ടതാണല്ലോ. ജാതികളെ വെട്ടുവാൻ അവന്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു. ഇപ്പോൾ നമ്മൾ കണ്ടതുപോലെ ക്രിസ്തുവിന്റെ വായിൽ നിന്നും പുറപ്പെടുന്ന വചനം, ദൈവവചനം, കർത്താവിന്റെ മൗഖിക വചനം, കൽപ്പിത വചനം, സ്പോക്കൺ ഓർ അറ്റേർഡ് വേർഡ് ഈസ് ഷോൺ ഹിയർ ഇൻ വേഴ്സ് നമ്പർ 15. അവൻ ഇരുമ്പുകോൽ കൊണ്ട് അവരെ മേയിക്കും. ഇരുമ്പുകോൽ കർത്താവിന്റെ അധികാരത്തെ കാണിക്കുകയാണ്. ഇവിടെ ദയയോ ദാക്ഷിണ്യമോ ഒന്നുമില്ല. സ്തോത്രം. പിന്നെ സർവശക്തിയുള്ള ദൈവത്തിന്റെ കോപവും ക്രോധവുമായ മദ്യത്തിന്റെ ചക്ക് അവൻ മെതിക്കുന്നു. അതിന്റെ അർത്ഥവും നമ്മൾ കണ്ടു. യെശയ്യാ 34-ാം അധ്യായത്തിലും 63-ാം അധ്യായത്തിലും നാം കാണുന്നുണ്ട് രക്താംബരം ധരിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ എഴുന്നള്ളിപ്പ്. അതേക്കുറിച്ചും നമ്മൾ 13-ാം വാക്യം പഠിച്ചപ്പോൾ ചിന്തിച്ചു. ക്രിസ്തു തന്റെ ശത്രുക്കളെ ന്യായം വിധിച്ചിട്ട് ഇസ്രായേൽ ജനത്തിന്റെ മോചനം സാധ്യമാക്കുന്ന ഒരു ചിത്രമാണ് അവിടെ. പതിനാറാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു രാജാധി രാജാവും കർത്താധി കർത്താവും. അതിന്റെ അർത്ഥവും നമ്മൾ കണ്ടല്ലോ. 11-ാമത്തെ വാക്യത്തിൽ കണ്ടതുപോലെ അനേകം രാജമുടികൾ അണിഞ്ഞ് സകല അധികാരവും പ്രാപിച്ചവനായി എഴുന്നള്ളുന്ന മശിഹ. ഉയർത്തെഴുന്നേറ്റ യേശു തന്നെ ശിഷ്യന്മാരോട് പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തുവിന്റെ സർവ അധികാരത്തെ പറ്റിയാണ് കാണിക്കുന്നത്. യേശു മനുഷ്യരുടെ മേൽ മാത്രമല്ല, സഭയുടെ മേൽ മാത്രമല്ല അധികാരം നടത്തുന്നത്. സാത്താന്റെ മേലും അവന്റെ ഭരണകൂടത്തിന്മേലും വരെ സംഹാരം നടത്തുന്നത്, ന്യായവിധി നടത്തുന്നത്, ശിക്ഷാവിധി നടത്തുന്നത് നമ്മുടെ കർത്താവായ യേശുവാണെന്ന് ഇത് വ്യക്തമാക്കുന്നു. ദൈവങ്ങളുടെ മേൽ അവൻ ദൈവമാണ്, രാജാക്കന്മാരുടെ മേൽ അവൻ രാജാവാണ്, പ്രഭുക്കന്മാരുടെ മേൽ നമ്മുടെ കർത്താവ് പ്രഭു. സ്തോത്രം.
ഇതാണ് യേശുക്രിസ്തുവിന്റെ ഭൂമിയിലേക്കുള്ള എഴുന്നള്ളിപ്പ്. ഇതിൽ പല കാര്യങ്ങളും നമ്മൾ തൊടാതെ വിട്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചത് കൊണ്ടാണ്. അന്ന് ചിന്തിക്കാതെ വിട്ട ഭാഗങ്ങൾ മാത്രമേ ഇപ്പോൾ നമ്മൾ വ്യാഖ്യാനത്തിൽ എടുത്തിട്ടുള്ളൂ. ഇത്രയും വ്യക്തമാണോ? എന്തെങ്കിലും ചോദ്യങ്ങൾ? ഒന്നുമില്ല. എങ്കിൽ നമ്മുടെ കർത്താവിന്റെ ഈ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായി നാമും അവനോടുകൂടെ കാണപ്പെടേണ്ടതിന് ഈ പ്രത്യാശയാൽ നിറഞ്ഞു ജീവിക്കുവാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. കർത്തൃസന്നിധിയിൽ നമുക്ക് ഇന്ന് യാത്രയിലായിരിക്കുന്ന നമ്മുടെ ജോസ് ചാനെ കുടുംബത്തെയും കൂടെ ഓർക്കാം പ്രാർത്ഥനയിൽ.